ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു 10 കിലോ വാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക് ഇൻസ്റ്റലേഷൻ്റെ ബിൽ ഓഫ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഈ സെഷൻ കഴിയുമ്പോഴേക്കും താഴെ പറയുന്നവ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് സൈസിങ്ങിന് ശേഷം ഒരു 10 കിലോ വാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക്കിൻ്റെ കമ്പോണൻറ്റ് സെലക്ട് ചെയ്യുന്നതെന്നും എങ്ങനെ ഒരു 10 കിലോ വാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കാമെന്നും പഠിക്കാം. Tools and equipments required: paper, pencil, eraser, scale, hammer, screwdriver set, crimping tool 3 mm മുതൽ 16 mm വരെ, DE double-ended spanner set 6 mm മുതൽ 15 mm വരെ, multimeter, product profiles of solar panels, batteries, array junction box, charge controller, DC disconnectors, AC disconnector, inverter. കോമ്പണൻസിൻ്റെ സൈസിങ്ങിൻ്റെ കാൽക്കുലേഷൻ. സാമ്പിൾ കാൽക്കുലേഷൻ നോക്കാം. ബൾബ് റേറ്റിംഗ് എന്ന് പറയുന്നത് 100 വാട്ട്സ് ആണ്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ലോഡ്സ് എന്ന് പറയുന്നത് 5 എണ്ണം, 6 മണിക്കൂർ. പവർ കൺസംഷൻ പെർ ലോഡ് എന്ന് പറയുന്നത് 100 വാട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ 6 hours is equal to 600 watts hours. Then പവർ കൺസംഷൻ ഫോർ 5 ലോഡ്സ് എത്രയായിരിക്കും? is equal to 600 watt hour multiplied by 5 number of loads is equal to 3000 watt hour. Total power consumed by above loads are 18,280 watt hours. ഇനി യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 18,280 ഡിവൈഡഡ് ബൈ 1000 അതെത്രയായിരിക്കും? 18.28 യൂണിറ്റ്സ്. കാരണം 1000 വാട്ട് അവേഴ്സ് അല്ലെങ്കിൽ 1 കിലോ വാട്ട് അവർ ഇത് ഒരു യൂണിറ്റിനോട് ഈക്വൽ ആയിരിക്കും. ഇനി സൈസിങ് ഓഫ് സോളാർ പാനൽസ്. ഒരു 10 കിലോ വാട്ട് സോളാർ PV സിസ്റ്റത്തിൻ്റെ സൈസിങ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് കോമ്പണൻസിലാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോളാർ പാനൽസ്, ഇൻവെർട്ടർ, കൂടാതെ ബാറ്ററി ബാങ്ക്. ഒരു 10 കിലോ വാട്ടിൻ്റെ പ്ലാന്റ് കപ്പാസിറ്റിക്കായിട്ട് ഒരു റിസൾട്ടൻറ്റ് വോൾട്ടേജ് കിട്ടുന്ന രീതിയിലാണ് സോളാർ പാനൽസ് കണക്ട് ചെയ്യേണ്ടത്. അതായത് മാക്സിമം വോൾട്ടേജ് VM മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് പാനൽസ് യൂസ്ഡ്. സിസ്റ്റം വോൾട്ടേജ് അതെത്രയാണ്? DC വാല്യൂ ഇൻ വോൾട്ട്സ് സെലക്ടഡ് ആസ് വർക്കിംഗ് വോൾട്ടേജ് കോമൺ ടു ഓൾ DC കോമ്പണൻറ്റ്സ് ഇൻ എ സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റം. എന്നുവെച്ചാൽ മിസ്മാച്ച് ഓഫ് ലെവൽ ഓഫ് വോൾട്ടേജസ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇനി റെക്കമെൻഡഡ് വാല്യൂ ഓഫ് ദി സിസ്റ്റം വോൾട്ടേജ്, അതായത് ഒരു 10 വോൾട്ട് കപ്പാസിറ്റിയുള്ള പവർ പ്ലാന്റിൻ്റേത് അതെത്രയായിരിക്കും? 24 വോൾട്ട് ആയിരിക്കും. ഒരു 10 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടിക് പ്ലാന്റിന് മിനിമം 10,000 വാട്ടാണ് ജനറേറ്റ് ചെയ്യപ്പെടേണ്ടത് സോളാർ അറേയിൽ നിന്ന്. ഇതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും? ഗ്രൂപ്പ് ചെയ്യാം. 40 നമ്പേഴ്സ് ഓഫ് സോളാർ പാനൽസ്, ഓരോന്നിനും വാട്ട് പവറിൽ പറയുകയാണെങ്കിൽ അതായത് 250 വാട്ടാണ് അതിൻ്റെ പവർ ഉണ്ടായിരിക്കുക. സോളാർ പാനൽ റേറ്റിംഗ് അതായത് മാക്സിമം വോൾട്ടേജ് VM is equal to 30 വോൾട്ട് DC. കൂടാതെ മാക്സിമം കറണ്ട് IM അത് 8 ആംബിയേഴ്സ്. അതെല്ലാം നമുക്ക് 240 വാട്ട് പവറാണ് നൽകുന്നത്. എന്ന് വെച്ചാൽ ഇത് 250 വാട്ട് പവറിനോട് ഏതാണ്ട് അപ്രോക്സിമേറ്റ് മാച്ചിങ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് 10 കിലോ വാട്ട് പവർ ലഭിക്കുന്നതിനായി വോൾട്ടേജ് ഡെവലപ്ഡ് ബൈ ഈച്ച് പാനൽ സ്ട്രിങ് അതെത്രയായിരിക്കും? 30 വോൾട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ 10 നമ്പർ ഓഫ് പാനൽസ്, അതായത് 300 വോൾട്ട്സ്. സോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പവർ എത്രയായിരിക്കും? 300 വോൾട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ 10 ആംപിയേഴ്സ് എന്ന് വെച്ചാൽ 3000 വാട്ട്സ് ബൈ ഈച്ച് സ്ട്രിങ്. നമുക്ക് 10 കിലോ വാട്ട് പവർ ലഭിക്കണമെങ്കിൽ 40 പാനൽസ് ആണ് ആവശ്യമായിട്ടുള്ളത്. 4 സ്ട്രിങ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. ഓരോ സ്ട്രിങ്ങിലും 10 പാനൽസ് ആണ് വെക്കേണ്ടത്. ഇൻവെർട്ടറിൻ്റെ സെലക്ഷനും സൈസിങ്ങും നമുക്ക് നോക്കാം. നമ്മൾ ഇൻവെർട്ടർ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ടാണ്. അതായത് കിലോ വാട്ട്, ടെക്നോളജി, അലൗഡ് പവർ ലോഡ്, കൂടാതെ ആവശ്യമായ ബാറ്ററീസ്, സോളാർ പാനലിൻ്റെ വോൾട്ടേജ്, കൂടാതെ സോളാർ പാനലിൻ്റെ കറണ്ടും. ഇനി ഇൻവെർട്ടർ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? DC ഇൻപുട്ട് റേഞ്ച്, AC ഔട്ട്പുട്ട് വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ട്, വോൾട്ട് ആംബിയർ അല്ലെങ്കിൽ കിലോ വോൾട്ട് ആംബിയർ, പവർ ഫാക്ടർ. ഫോർ പവർ ഫാക്ടർ അതെത്രയാണ്? 0.8 ആയിരിക്കും. 1000 വാട്ട് ഈക്വൽ ടു 1250 വോൾട്ട് ആംബിയേഴ്സ്. വേവ് ഫോം സൈനസോയിഡൽ,
സ്ക്വയർ വേവ് കൂടാതെ ക്വാസി സൈൻ വേവ്. ഇൻവെർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും? 400 വോൾട്ട് AC, 50 ഹാർട്സ്, 3 ഫേസ്. പവർ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 10 കിലോ വാട്ട്സ്. ഇൻവെർട്ടറിൻ്റെ DC ഇൻപുട്ട് എത്രയായിരിക്കും? 300 വോൾട്ട്സ് ടു 350 വോൾട്ട്സ് DC. 2 ചാനൽസ് ഉണ്ടാകും, 5 കിലോ വാട്ട്സ് ഈച്ച്. ഔട്ട്പുട്ട് വേവ് എത്രയായിരിക്കും? സൈനസോയിഡൽ ആയിരിക്കും. സൈസിങ് ഓഫ് ബാറ്ററീസ്. ബാറ്ററി സൈസ് ഡിസൈഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സിസ്റ്റം വോൾട്ടേജ് ഡിസൈഡ് ചെയ്യണം. സോ സിസ്റ്റം വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 24 വോൾട്ട്സ് ആയിരിക്കും. യൂണിറ്റ് സൈസ് ഓഫ് ദ ബാറ്ററി 12 വോൾട്ട്സ് ആയിരിക്കും. ഇനി അക്കോർഡിംഗ് ടു ദ വാല്യൂ പ്രിഫേർഡ്, അതായത് ബേസ്ഡ് ഓൺ കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം, നമുക്ക് ബാറ്ററീസിനെ ഗ്രൂപ്പ് ചെയ്യാം സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും അല്ലെങ്കിൽ സീരീസ് പാരലൽ കോമ്പിനേഷൻസ് ആയിട്ടും. ഇൻവെർട്ടർ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 300 വോൾട്ട് DC വിത്ത് 2 ചാനൽസ്. സോ ബാറ്ററി ബാങ്കിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 300 വോൾട്ട് DC പെർ ചാനലായിരിക്കും. ഓരോ ബാറ്ററിയുടെയും വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ട് DC ആൻഡ് 20 ആംപിയർ അവേഴ്സ്. 300 വോൾട്ട് DC ലഭിക്കുന്നതിനായി എത്ര ബാറ്ററീസാണ് ആവശ്യമെന്ന് നോക്കാം. 300/12, അതായത് 25 എണ്ണം പെർ 1 ചാനൽ. ഇനി ഫോർ 10 കിലോ വാട്ട് പവർ 2 ബാറ്ററി ബാങ്ക്സ് വിത്ത് 50 നമ്പേഴ്സ് ഓഫ് ബാറ്ററീസ്, അത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് കണക്റ്റഡ് ആയിരിക്കും സീരീസ് ആയിട്ട് ടു പ്രൊഡ്യൂസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 300 വോൾട്ട് DC പെർ ചാനൽ. സോ ടോട്ടൽ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് 20 ആംപിയേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ 300 വോൾട്ട്സ്, അതായത് 6000 വാട്ട് പെർ ബാറ്ററി ബാങ്ക്. ഇനി 2 ബാറ്ററി ബാങ്കിനാണെങ്കിലോ പവർ റേറ്റിംഗ് ഈസ് 2 ഇൻറ്റു 6000 വാട്ട്സ് എന്ന് വെച്ചാൽ 12,000 വാട്ട്സ്. ഒരു 10 കിലോ വാട്ട് സോളാർ PV ഇൻസ്റ്റലേഷൻ ആവശ്യമായ കോമ്പണൻറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു 10 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടേക് പ്ലാന്റ് മിനിമം ഒരു 10,000 വാട്ട് പവർ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത് ബൈ സോളാർ അറേ. സോ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഗ്രൂപ്പിങ്ങിലൂടെയാണ്. 40 നമ്പേഴ്സ് ഓഫ് സോളാർ പാനൽസ്, ഓരോന്നിൻ്റെയും കപ്പാസിറ്റി വാട്ട് പവറിൽ പറയുകയാണെങ്കിൽ 250 വാട്ട് ആയിരിക്കും. സോ ഇത് നമ്മൾ മൾട്ടിപ്പിൾ വേസിലായിരിക്കും കണക്ട് ചെയ്തിട്ടും ഉണ്ടാവുക. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ഇനി നമുക്ക് കണക്ട് ചെയ്യാം ഓൾ 40 പാനൽസ് ഓഫ് 200 വാട്ട് പവർ സോളാർ പാനൽസ്. അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. 40 ഇൻറ്റു 250 വാട്ട് പവർ ഈസ് ഈക്വൽ ടു 10,000 വാട്ട്. 40 പാനൽസിൻ്റെയും സീരീസ് കണക്ഷനിലൂടെയാണ് ഇത് സംഭവിക്കുക. സോ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 1200 വോൾട്ട് ഫോർ എ മാക്സിമം വോൾട്ടേജ് ഓഫ് 30 വോൾട്ട് DC പെർ സോളാർ പാനൽ. സോ ബാറ്ററി ബാങ്കിൻ്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കണം? 600 വോൾട്ട് DC, എങ്കിലേ സോളാർ ടോട്ടൽ വോൾട്ടേജിന് അത് മാച്ച് ആകുകയുള്ളൂ. ഇനി ഈ ഔട്ട്പുട്ട് ലഭിക്കാനായിട്ട് കണക്ട് 50 ബാറ്ററീസ്. അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓരോന്നിനും 24 വോൾട്ട് ആയിരിക്കും ഉണ്ടാവുക. ഇൻവെർട്ടർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 800 വോൾട്ടിനും 1200 വോൾട്ട് സോളാർ DC ഇൻപുട്ടിനും ഇടയിലായിരിക്കണം. അതിന് 10 ആംപിയർ ആയിരിക്കണം ഉണ്ടാവുക. ഒരു 10 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടേക് ഇൻസ്റ്റലേഷൻ്റെ കോമ്പണൻറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ 2. സോളാർ അറേക്ക് 4 സ്ട്രിംഗ് പാർട്സ് ആയിരിക്കും ഉണ്ടാവുക. ഈച്ച് പാർട്സ് വിത്ത് 20 പാനൽസ് ആൻഡ് 2 പാത്തുകളും പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓരോ പാനലും 250 വാട്ട് പവർ ആയിരിക്കും. എങ്കിലേ നമുക്ക് 5000 വാട്ട് അരേ ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ വിത്ത് എ സ്ട്രിംഗ് വോൾട്ടേജ് ഓഫ് 600 വോൾട്ട്സ്. ഇനി സോളാർ പാനലിന് മാക്സിമം വോൾട്ടേജ് VM അത് 30 വോൾട്ട്സ് ആയിരിക്കും. ആൻഡ് മാക്സിമം കറണ്ട് അതായത് IM അത് 10 ആംപിയേഴ്സ് ആയിരിക്കും. അരേ ജംഗ്ഷൻ ബോക്സ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 300 വോൾട്ട്സ് 20 ആംപിയേഴ്സ്. ബാറ്ററി ബാങ്കിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 600 വോൾട്ട് DC ഔട്ട്പുട്ട് ആയിരിക്കും. ഈ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനായി 25 ബാറ്ററീസ് ആണ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഓരോന്നും 24 വോൾട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. സ്ട്രിംഗ് 1 കണക്റ്റഡ് ആയിരിക്കുന്നത് അരേ ജംഗ്ഷൻ ബോക്സ് 1 സ്ട്രിംഗ് 2 അരേ ജംഗ്ഷൻ ബോക്സ് 2 ആയിട്ടായിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്നത്. ഇനി സോളാർ DC ഇൻപുട്ട് റേഞ്ച് ഫോർ PCU അല്ലെങ്കിൽ ഇൻവെർട്ടർ അത് എത്രയായിരിക്കണം? 450 വോൾട്ട് മുതൽ 650 വോൾട്ട് DC അറ്റ് 20 ആംപിയർ പെർ ചാനൽ. സെലക്ട് കോമ്പണൻറ്റ്സ് ഫോർ 10 കിലോ വാട്ട് സോളാർ PV ഇൻസ്റ്റലേഷൻ.
ഓപ്ഷൻ 3, ഈ സെയിം അരേക്ക് തന്നെ 4 സ്ട്രിംഗ് പാത്സ് ഉണ്ടാക്കാം ഓഫ് 10 പാനൽസ് ഈച്ച്. എല്ലാം പാരലലായി കണക്റ്റഡ് ആയിരിക്കും. ദെൻ ഓൾസോ നമുക്ക് 10,000 വാട്ട് അരേ ഔട്ട്പുട്ട് ലഭിക്കും വിത്ത് സ്ട്രിംഗ് വോൾട്ടേജ് ഓഫ് 300 വോൾട്ട്. ബട്ട് അരേ ജംഗ്ഷൻ ബോക്സ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 300 വോൾട്ട് ആയിരിക്കും, 10 ആംപിയേഴ്സ്. സോ നമുക്ക് മാക്സിമം വോൾട്ടേജ് VM ഇസ് ഈക്വൽ ടു 30 വോൾട്ട്സ്, മാക്സിമം കറണ്ട് IM ഇസ് ഈക്വൽ ടു 10 ആംപിയേഴ്സ് ആയിരിക്കും. ബാറ്ററി ബാങ്കിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 300 വോൾട്ട്സ് DC ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനായി നമ്മൾ കണക്ട് ചെയ്യണം 25 ബാറ്ററീസ് ഈച്ച് ഓഫ് 12 വോൾട്ട്സ് ആൻഡ് 20 ആംപിയേഴ്സ്. സീരീസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ടോട്ടൽ 50 ബാറ്ററീസ് വേണം. 2 ബ്രാഞ്ചസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്. ഇനി സോളാർ DC ഇൻപുട്ട് റേഞ്ച് ഫോർ PCU അല്ലെങ്കിൽ ഇൻവെർട്ടർ അത് എത്രയായിരിക്കണം? 250 വോൾട്ട് മുതൽ 350 വോൾട്ട് DC അറ്റ് 40 ആംപിയേഴ്സ്. പവർ ജനറേറ്റ് ചെയ്യുന്നത് 300 വോൾട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ 40 ആംപിയേഴ്സ്, അതായത് 12,000 വാട്ട്സ്. സിംഗിൾ ലൈൻ ഡയഗ്രാം. ഒരു 10 കിലോ വോട്ട് സോളാർ ഫോട്ടോ വോൾട്ടിക് പ്ലാന്റിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത് നോക്കാം. SLD ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാം. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ കോമ്പണൻസിനെയും പാർട്സിനെയും ആയിരിക്കും. സോ ഒരു 10 കിലോ വോട്ട് സോളാർ ഫോട്ടോ വോൾട്ടിക് സിസ്റ്റത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിഫറെൻറ്റ് കോമ്പണൻസ് കണക്റ്റഡ് ആയിരിക്കുന്നതെന്ന്. സോ 10 സോളാർ പാനൽസ് ഉണ്ടാവും. ഓരോന്നിനും 250 വാട്ട് പവർ ഉണ്ടാവും. കൂടാതെ 30 വോൾട്ട്സ്, മാക്സിമം 10 IM അതായത് മാക്സിമം കറണ്ട്. ഇത് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക ആസ് 1 സ്ട്രിങ്. 2 സ്ട്രിങ്സ് ആയിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്നത് അരേ ജംഗ്ഷൻ ബോക്സ് 1 ത്രൂ DC ഡിസ്കണക്ടർ 1. 10 സോളാർ പാനൽസ് ആയിരിക്കും ഈച്ച് ഓഫ് 250 വാട്ട് പവർ, കൂടാതെ 30 വോൾട്ടേജ് മാക്സിമം, 10 IM അതായത് മാക്സിമം കറണ്ട്. ഇതെല്ലാം ഒരു സ്ട്രിങ്ങിലേക്ക് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. 2 അത്തരം സ്ട്രിങ്ങുകളായിരിക്കും അരേ ജംഗ്ഷൻ ബോക്സ് 2മായി കണക്റ്റഡ് ആയിരിക്കുന്നത് ത്രൂ DC ഡിസ്കണക്ടർ 2. മൊത്തം 40 സോളാർ പാനൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഔട്ട്പുട്ട് ഓഫ് അരേ ജംഗ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് 300 വോൾട്ട് ആയിരിക്കും അറ്റ് 10 ആംപിയേഴ്സ്. അരേ ജംഗ്ഷൻ ബോക്സ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ചാർജ് കൺട്രോളറുമായിട്ടായിരിക്കും ത്രൂ DC ഡിസ്കണക്ടർ. ഇനി ചാർജ് കൺട്രോളർ ബാറ്ററി ബാങ്കുമായിട്ടായിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്നത് ത്രൂ എ DC ഡിസ്കണക്ടർ. ഇനി ബാറ്ററീസ് എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക? 25 ബാറ്ററീസിൻ്റെ സെറ്റായിട്ടായിരിക്കും ഇത് സീരീസ് ആയിട്ടായിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്നത്. ഇനി ബാറ്ററി ബാങ്കിൽ ബാറ്ററീസ് സീരീസ് ആയിട്ടായിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്നത് ആസ് റിക്വയർഡ് ബൈ ദി ഇൻവെർട്ടർ വോൾട്ടേജ് ഇൻപുട്ട് ത്രൂ DC ഡിസ്കണക്ടർ, അതായത് 300 വോൾട്ട് DC. ഇനി ഇൻവെർട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻ ഔട്ട്പുട്ട് പവർ ഓഫ് 400 വോൾട്ട്സ് 50 ഹെർട്സ് 3 ഫേസ് AC പവർ. അത് ബാറ്ററി ബാങ്കിലെ DC പവറിൽ നിന്നാണ് എടുക്കുന്നത്. ദി ഇൻവെർട്ടർ ഔട്ട്പുട്ട് പവർ അത് AC ലോഡിലേക്ക് കൊടുക്കുന്നു ത്രൂ AC കമ്പൈനർ, കൂടാതെ AC ഡിസ്കണക്ടറും. ഫോർ ഓൺ ഗ്രിഡ് സോളാർ ഫോട്ടോ വോൾട്ടിക് സിസ്റ്റത്തിന് നോർമൽ പവർ സപ്ലൈക്കായി അഡീഷണൽ 2 ബ്ലോക്സ് ഉണ്ടാവും ഓഫ് 400 വോൾട്ട്സ് AC 50 ഹെർട്സ്, കൂടാതെ ചാർജ് കൺട്രോളർ. അത് നമ്മൾ ബാറ്ററി ബാങ്ക് റീചാർജ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് when the solar power is not sufficient to charge the batteries. Bill of materials. ഒരു 10 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടിക് ഇൻസ്റ്റലേഷന് ആവശ്യമായിട്ടുള്ള കോമ്പണൻസ്, ഇൻഡിവിജ്വൽ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് താഴെ പറയുന്നവയാണ്. നമ്പർ ഓഫ് സോളാർ പാനൽസ് 40 എണ്ണം, ഇൻവെർട്ടർ 2, ബാറ്ററി ബാങ്ക് 50, അരേ ജംഗ്ഷൻ ബോക്സ് 2 എണ്ണം, ചാർജ് കൺട്രോളർ 2, DC ഡിസ്കണക്ടേഴ്സ് 4 എണ്ണം, AC ഡിസ്കണക്ടർ 2 എണ്ണം, സ്യൂട്ടബിൾ കേബിൾസ് ആസ് റിക്വയർഡ്. സോളാർ കേബിളിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. MC4ൻ്റെ കണക്ടർ സ്പെസിഫിക്കേഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. റീക്യാപ്പ്. ഈ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് നോക്കാം. എങ്ങനെയാണ് സൈസിങ്ങിന് ശേഷം ഒരു 10 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടിക്കിൻ്റെ കമ്പോണൻറ്റ് സെലക്ട് ചെയ്യുന്നതെന്നും എങ്ങനെ ഒരു 10 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടിക് സിസ്റ്റത്തിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കാമെന്നും പഠിച്ചു.
ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.